Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 4-ലെ 8ാമത്തെ പാർട്ടാണിത്. ഇതാണ് ഫൈനൽ പാർട്ട്. നമ്മൾ ചാപ്റ്റർ 4-ൽ നമ്മൾ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്തു. ഇനി ലാസ്റ്റ് ഒരു ടോപ്പിക്കും കൂടിയേ ഉള്ളൂ. ആ ടോപ്പിക്കാണ് ഫ്രെയിംവർക്ക് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. Corporate internal controls are mechanisms that protect business values in organizations. അപ്പോൾ ഒരു കോർപ്പറേഷന് എന്ന് വെച്ചാൽ ഒരു കോർപ്പറേറ്റ് എന്താണ് ഇൻറ്റേർണൽ കൺട്രോൾസ് എന്ന് വെച്ചാൽ മെക്കാനിസംസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ബിസിനസ് വാല്യൂ. പല പല ബിസിനസ് വാല്യൂസും എന്താണ് ഒരു കോർപ്പറേറ്റിന് ഉണ്ടാവും. എന്ന് വെച്ചാൽ അവരുടെ ബ്രാൻഡ് വാല്യൂ, അവരുടെ റെപ്യൂട്ടേഷൻ, റിലേഷൻഷിപ്പ്, ഇങ്ങനെ പല ബിസിനസ് വാല്യൂസ് ഉണ്ടാവും. അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഓർഗനൈസേഷൻ്റെ ഈ ബിസിനസ് വാല്യൂസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെക്കാനിസംസ് ആണ് എന്ത് ഇൻറ്റേർണൽ കൺട്രോൾ ഫോർ എ കോർപ്പറേറ്റ്. കമ്പനീസ് ക്യാൻ യൂസ് ഗ്ലോബൽ ഫ്രെയിംവർക്ക്സ് ഓർ ക്രിയേറ്റ് ദെയർ ഓൺ. ഇപ്പോൾ കമ്പനിക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾസ് എന്താണ് ഗ്ലോബലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഇൻറ്റേർണൽ കൺട്രോൾസ് അല്ലെങ്കിൽ ഗ്ലോബൽ ഫ്രെയിംവർക്ക് എന്താണ് കമ്പനിക്ക് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? ഈ ബിസിനസ് വാല്യൂസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ തന്നെ ഒരു ഇൻറ്റേർണൽ കൺട്രോൾസ് അവർക്ക് ഡെവലപ്പ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ട്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻറ്റഗ്രേറ്റ് കൺട്രോൾസ് വിത്തിൻ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് റാദർ ദാൻ ഡെവലപ്പിംഗ് സെപ്പറേറ്റ് റിസ്ക് റിപ്പോർട്ടിംഗ് സിസ്റ്റം. മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ഉണ്ട് എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് എന്താണ് അവരുടെ ഡേ ടു ഡേ ടാസ്കുകൾ അവർക്ക് മോണിറ്റർ ചെയ്യാനും അവർക്ക് പെർഫോം ചെയ്യാനുമുള്ള ഇൻഫർമേഷൻ സിസ്റ്റം. ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടൊരു റിസ്ക് റിപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടും നല്ലത് ഈ ഒരു മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൺട്രോൾസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. ഗവർണൻസ് ബോഡീസ് നീഡ് ടൈംലി ആൻഡ് റിലയബിൾ റിപ്പോർട്ട്സ് ഓൺ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിസ്ക്. അപ്പോൾ ഗവർണൻസ് ബോഡീസ് എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിനും മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ടൈംലിയും അതേമാതിരി റിലയബിൾ ആയിട്ടുള്ള റിപ്പോർട്ട്സ് വേണം. ഇതിനെക്കുറിച്ചിട്ട് ഓൺ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിസ്കിനെ കുറിച്ചിട്ടും അതേമാതിരി തന്നെ ബിസിനസ് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടും. സോ അതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് വേണം? നമുക്ക് ഒരു ഇൻറ്റേർണൽ കൺട്രോൾ നമുക്ക് വേണം. ഓക്കെ, അപ്പോൾ ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ള ഇൻറ്റേർണൽ കൺട്രോൾസിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. കോർപ്പറേറ്റ് ലെവലിൽ ഇൻറ്റേർണൽ കൺട്രോൾ എന്താണ് നോക്കുന്നത്? മെയിനായിട്ട് അവർ ബിസിനസ് വാല്യൂസ് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അതിനുള്ളൊരു മെക്കാനിസമാണ് അവർക്ക് ഇൻറ്റേർണൽ കൺട്രോൾ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് ലെവലിൽ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ദ ഇൻറ്റേർണൽ കൺട്രോൾ ഈസ് ക്രൂഷ്യൽ ഫോർ ബിസിനസ് സക്സസ് ആൻഡ് ഹെൽപ്സ് അച്ചീവ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനും അതേമാതിരി തന്നെ ബിസിനസ്സിൻ്റെ സക്സസിനും വേണ്ടിയിട്ട് എന്താണ് ഇൻറ്റേർണൽ കൺട്രോൾ ക്രൂഷ്യലാണ്. ഇറ്റ് കവേഴ്സ് ഓൾ കൺട്രോൾസ് ഇൻ ഗവർണൻസ് ആൻഡ് മാനേജ്മെൻറ്റ്, നോട്ട് ജസ്റ്റ് ഫിനാൻഷ്യൽ ഓപ്പറേഷൻ. അപ്പോൾ ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ എന്താണ്? ജസ്റ്റ് ഒരു ഫിനാൻഷ്യൽ മാറ്റേഴ്സ് മാത്രം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഓപ്പറേഷൻ മാത്രമല്ല അത് കവർ ചെയ്യുന്നത്. അതെന്താണ്? ഗവർണൻസിന് വേണ്ടി എന്ന് വെച്ചാൽ TCWGക്ക് എന്താണ് അവർക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാൻ അവർക്ക് ഡാറ്റ വേണം. സോ അതിന് വേണ്ടിയിട്ടും അതേമാതിരി തന്നെ മാനേജ്മെൻറ്റിന് അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്താനും ഇൻറ്റേർണൽ കൺട്രോൾസ് വേണം. സോ ഇതെല്ലാം ഈ കൺട്രോൾസ് കവർ ചെയ്യുന്നുണ്ട്. ദിസ് ചാപ്റ്റർ പ്രൊവൈഡ്സ് ആൻ ഓവർവ്യൂ ഓഫ് കോമൺ ഇൻ്റർനാഷണൽ ഫ്രെയിംവർക്ക്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കോർപ്പറേറ്റിന് അവരുടെ ബിസിനസ് വാല്യൂസ് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇൻറ്റേർണൽ കൺട്രോൾസ്. സോ അതിനുള്ളൊരു മെക്കാനിസമാണ് അവർക്ക് ഇൻറ്റേർണൽ കൺട്രോൾസ്. അപ്പോൾ ഈ ഇൻറ്റേർണൽ കൺട്രോൾസ് അവർക്ക് വേണമെങ്കിൽ ഒരു ഗ്ലോബൽ ഫ്രെയിംവർക്ക് അവർക്ക് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഇൻറ്റേർണൽ കൺട്രോൾസ് അവർക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഈ ചില കോമൺ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഫ്രെയിംവർക്ക് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ മെയിനായിട്ട് നോക്കുന്ന ഓരോ ടോപ്പിക്കുകൾ. ഓക്കെ, സോ
ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് വെച്ചാൽ അതൊരു പ്രോസസ്സും സിസ്റ്റവുമാണ്. എന്തിന്? നമ്മളുടെ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് ആണ് എഫക്റ്റീവും ആക്യുറേറ്റ് ആയിട്ടും നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാനുള്ള ഒരു കൺട്രോൾസ് ആണ് ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ്. സോ അതിൻ്റെ ഗൈഡൻസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ദ ICA ഹാസ് ഇഷ്യൂഡ് ഗൈഡൻസ് ഓൺ ഓഡിറ്റിംഗ് ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ്. അപ്പോൾ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ICA എന്ത് ചെയ്തിട്ടുണ്ട്? ഗൈഡൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. റിലേറ്റഡ് ടു ദ കമ്പനീസ് ആക്ട് 2013 കവറിങ് കമ്പോണൻസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾസ്. ഇതിലെന്താണ് ഈ ഒരു ഗൈഡൻസിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്? ഒന്ന് കമ്പോണൻസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾസും അതേമാതിരി തന്നെ ആൻഡ് ടെക്നിക്കൽ ഗൈഡൻസ് ഫോർ ഓഡിറ്റ്. അപ്പോൾ ഓഡിറ്റിനുള്ള ടെക്നിക്കൽ ഗൈഡൻസുമാണ് ഈ ICA ഇഷ്യൂ ചെയ്തിട്ടുള്ള ഗൈഡൻസിലുള്ളത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് കംപ്ലൈ വിത്ത് റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഫോർ ആക്യുറസി. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് കംപ്ലൈ ചെയ്യണം? റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് കംപ്ലൈ ചെയ്യണം ആക്യുറസിക്ക് വേണ്ടിയിട്ട്. Then compliance with the accounting standards under Companies Act 2056 is essential for evaluating financial statement. അപ്പോൾ എന്താണ് നമ്മൾ കമ്പനീസ് ആക്ട് ഇപ്പോൾ 1956 2013 അപ്പോൾ അതിൽ മെൻഷൻ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കംപ്ലൈ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആക്യുറസി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ ആക്യുറസി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. Then a benchmark internal control system is necessary for management and auditors to assess internal control adequacy. അപ്പോൾ നമുക്കൊരു ഇത് വേണം, ഒരു ഏറ്റവും പ്രോപ്പറായ രീതിയിലുള്ള ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. അത് നമ്മൾ ബെഞ്ച് മാർക്കായിട്ട് എടുക്കണം. അതിനെ കമ്പയർ ചെയ്തിട്ട് വേണം നമ്മളെ ക്ലയൻറ്റിൻ്റെ ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ആഡിക്വസി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ a benchmark internal control system is necessary for management and auditors to assess the internal control adequacy. ഓക്കെ. അപ്പോൾ ഇതിൽ പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ ഈ ഒരു സ്ലൈഡ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ് അത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ICA ഗൈഡൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ കവർ ചെയ്യുന്ന 2 കാര്യങ്ങളാണ് ഇൻറ്റേർണൽ കൺട്രോൾസിൻ്റെ കമ്പോണൻസും അതേമാതിരി തന്നെ ടെക്നിക്കൽ ഗൈഡൻസും ഫോർ ഓഡിറ്റ്. ഇതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആക്യുറസി ആവാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്സ് കംപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതേമാതിരി തന്നെ കമ്പനീസ് ആക്ട് പറയുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ. ദെൻ ഓൾസോ വി നീഡ് ടു സെറ്റ് എ ബെഞ്ച് മാർക്ക് ഫോർ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ ഇൻറ്റേർണൽ കൺട്രോൾ ആഡിക്വേറ്റ് ആണോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടിയിട്ട്. ഇത് മാനേജ്മെൻറ്റും അതേമാതിരി തന്നെ ഓഡിറ്ററുമാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു കോർപ്പറേറ്റിന് അവരുടെ ഇൻറ്റേർണൽ കൺട്രോൾ ഒന്നുകിൽ അവർക്ക് ഗ്ലോബലി റെക്കഗ്നൈസ് ആവുന്ന ഫ്രെയിംവർക്ക് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാം, അത് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് അവരുടേതായി തന്നെ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ അവർക്ക് ഉണ്ടാകാം, ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ഉള്ള ഫ്രെയിംവർക്ക് അതാണ് ഈ ഇൻ്റർനാഷണൽ ഇൻറ്റേർണൽ കൺട്രോൾ ഫ്രെയിംവർക്ക്സ്. അപ്പോൾ അതിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് കോസോ ഫ്രെയിംവർക്ക്, ദെൻ കോക്കോ ഫ്രെയിംവർക്ക്, ദെൻ കോബിറ്റ് ഫ്രെയിംവർക്ക്, ദെൻ ടേൺബുൾ റിപ്പോർട്ട്, ദെൻ സർബേനിസ്-ഓക്സ്ലി സെക്ഷൻ 404. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് ആക്റ്റാണ്, ഇതിലൊരു സെക്ഷനാണ് നമ്മളിവിടെ നോക്കുന്നത്, സെക്ഷൻ 404. അപ്പോൾ ഇത് സർബേൻ-ഓക്സ്ലി ആക്റ്റ് ആണ്. സോ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോസോ ഫ്രെയിംവർക്ക്. The COSO Internal Control Integrated Framework, established in 1992, helps organizations achieve objectives through better control. അപ്പോൾ 1992 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഹെൽപ്സ് ഓർഗനൈസേഷനെ സഹായിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രൂ ബെറ്റർ ആയിട്ടുള്ള കൺട്രോൾസ് പ്രൊവൈഡ് ചെയ്തിട്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് 17 പ്രിൻസിപ്പിൾസ് അക്രോസ് 5 കമ്പോണൻറ്റ്സ്. അപ്പോൾ 5 കമ്പോണൻസിലായിട്ട് 17 പ്രിൻസിപ്പിൾസ് ആണ് ഈ കോസോ ഫ്രെയിംവർക്ക് പറയുന്നത്. ഈ 5 കമ്പോണൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾസിൻ്റെ 5 കമ്പോണൻറ്റ്സ് ആണ് ഇവിടെയും പറയുന്നത്. എന്തൊക്കെയാണ്? കൺട്രോൾ എൻവിറോൺമെൻറ്റ്, റിസ്ക് അസസ്മെൻറ്റ്, കൺട്രോൾ ആക്ടിവിറ്റീസ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ദെൻ മോണിറ്ററിങ്. സോ ഇത് തന്നെയാണ് നമ്മൾ എവിടെയും പഠിച്ചത്, ഇൻറ്റേർണൽ കൺട്രോൾസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ കൺട്രോൾ എൻവിറോൺമെൻറ്റ് എന്താണ്? ഇൻറ്റഗ്രിറ്റി, വാല്യൂ, സ്ട്രക്ചർ ആൻഡ് അക്കൗണ്ടബിലിറ്റി നമ്മൾ ഓൾറെഡി നോക്കിയതാണത്. റിസ്ക് അസസ്മെൻറ്റ് എന്താണ്? ഐഡൻറ്റിഫൈങ് ആൻഡ് അനലൈസിങ് റിസ്ക് ഇൻക്ലൂഡിങ് ഫ്രോഡ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ്. ദെൻ കൺട്രോൾ ആക്ടിവിറ്റീസ്, ഡെവലപ്പിംഗ് സ്യൂട്ടബിൾ കൺട്രോൾസ് ആക്ടിവിറ്റീസ് ആൻഡ് ടെക്നോളജി കൺട്രോൾസ്.
ദെൻ അടുത്തെന്താണ്, അടുത്തത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, റിലവൻറ്റ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ, ദെൻ മോണിറ്ററിങ്, ഓൺ ഗോയിങ് ഇവാലുവേഷൻ ആൻഡ് അഡ്രസ്സിങ് ഡെഫിഷ്യൻസീസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ്, ഈ ഓരോ കമ്പോണൻസ് നമ്മൾ ഓൾറെഡി നോക്കിയാണ്. സോ ഇതാണ് കോസോ ഫ്രെയിംവർക്കിൽ മേജർ ആയിട്ടുള്ളത്. ഈ കോസോ ഫ്രെയിംവർക്കിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ കമ്മിറ്റി ഓഫ് സ്പോൺസറിങ് ഓർഗനൈസേഷൻസ് ഓഫ് ദ ട്രെഡ് വേ കമ്മീഷൻ. അപ്പോൾ കമ്മിറ്റി ഓഫ് സ്പോൺസറിങ് ഓർഗനൈസേഷൻ, ഇതാണെന്ത്, ഇതിലെ COSO, ഇതാണ് കോസോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫ്രെയിംവർക്കാണ് കോക്കോ ഫ്രെയിംവർക്ക്. ദ കോക്കോ ഫ്രെയിംവർക്ക്സ് എയിംസ് ടു ഇംപ്രൂവ് പെർഫോമൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണിത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി എയിം ചെയ്യുന്നത്. ഒന്ന് വെച്ചാൽ പെർഫോമൻസും, രണ്ടാമത്തത് ഡിസിഷൻ മേക്കിങ്ങും ത്രൂ ബെറ്റർ കൺട്രോൾസ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റിലൂടെയും അതേമാതിരി തന്നെ ബെറ്റർ കൺട്രോളിലൂടെയാണ് ഇത് പെർഫോമൻസും ഡിസിഷൻ മേക്കിങ്ങും ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് 20 ക്രൈറ്റീരിയാസ് ഇൻ 4 ഏരിയാസ്. അപ്പോൾ 4 ഏരിയയിലായിട്ട് ഇതിന് 20 ക്രൈറ്റീരിയാസ് ആണുള്ളത്. എന്തിന്, കോസോനല്ല കോക്കോന്. കോസോ നമ്മൾ കഴിഞ്ഞു, ഇതിപ്പോൾ കോക്കോ ആണ്. 20 ക്രൈറ്റീരിയ ഉള്ളത് 4 ഏരിയയിലായിട്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ പർപ്പസ്, കമ്മിറ്റ്മെൻറ്റ്, കേപ്പബിലിറ്റി ആൻഡ് മോണിറ്ററിങ് ആൻഡ് ലേണിംഗ്. അപ്പോൾ 4 പർപ്പസ് എന്തൊക്കെയാണ്, 4 ഏരിയസ് എന്തൊക്കെയാണ്, ഒന്ന് പർപ്പസ്, കമ്മിറ്റ്മെൻറ്റ്, കേപ്പബിലിറ്റി ആൻഡ് മോണിറ്ററിങ് ആൻഡ് ലേണിംഗ്. സോ അതിൽ 4 20 ക്രൈറ്റീരിയയാണ് എന്തിലുള്ളത്, കോക്കോനുള്ളത്. കൺട്രോൾ ഇൻവോൾവ്സ് ദ എൻറ്റയർ ഓർഗനൈസേഷൻ ആൻഡ് സ്റ്റാർട്ട്സ് അറ്റ് ദ ഇൻഡിവിജ്വൽ ലെവൽ. അപ്പോൾ മൊത്തം ഓർഗനൈസേഷനിലും എന്താണ് ഈ കൺട്രോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ ഏരിയ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പർപ്പസ്, ഡയറക്ഷൻ ഫോർ ദ ഓർഗനൈസേഷൻ എന്തിനാണോ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് ഓർഗനൈസേഷൻ്റെ. ദെൻ കമ്മിറ്റ്മെൻറ്റ്, ഐഡൻറ്റിറ്റി ആൻഡ് വാല്യൂസ് ഓഫ് ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷൻ്റെ വാല്യൂം അതിൻ്റെ ഐഡൻറ്റിറ്റിയും എന്താണ്, അതാണ് കമ്മിറ്റ്മെൻറ്റിൽ പറയുന്നത്. ദെൻ കേപ്പബിലിറ്റി, കോമ്പിറ്റൻസ് ഓഫ് ദ എംപ്ലോയീസ്. നമ്മളുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ കോമ്പിറ്റൻസ്, അവരെന്താണ്, അവർക്ക് കൊടുത്തിട്ടുള്ള വർക്ക് ചെയ്യാൻ അവർ കോമ്പിറ്റൻ്റ് ആണോ എന്നുള്ള കാര്യം. ദെൻ മോണിറ്ററിങ് ആൻഡ് ലേണിംഗ്, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ആൻഡ് അഡാപ്റ്റേഷൻ. അതാണെന്ത് ഈ ഒരു മോണിറ്ററിങ് ആൻഡ് ലേണിങ്ങിലൂടെ ഇവർ നോക്കുന്നത്. സോ ഇതാണ് കോക്കോ ഫ്രെയിംവർക്ക്. കോക്കോ ഫ്രെയിംവർക്കിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ കോക്കോ ഫ്രെയിംവർക്കിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ക്രൈറ്റീരിയ ഓഫ് കൺട്രോൾ ഫ്രെയിംവർക്ക്. ക്രൈറ്റീരിയ ഓഫ് കൺട്രോൾ ഫ്രെയിംവർക്ക് കോക്കോ ഫ്രെയിംവർക്കും കോസോ ഫ്രെയിംവർക്കും സിമിലർ ആണ്. പക്ഷേ ഇത് കോക്കോ ഫ്രെയിംവർക്ക് എന്നാണ് കുറച്ചുകൂടി ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് COBIT framework. COBIT stands for Control Objectives for Information and Related Technology, developed by ISACA for IT Governance. അപ്പോൾ ഈ COBIT അതിൻ്റെ ഫുൾ ഫോം എന്താ വെച്ചാൽ കൺട്രോൾ ഒബ്ജക്റ്റീവ്സ്, COBIT, കൺട്രോൾ ഒബ്ജക്റ്റീവ് ഫോർ ഇൻഫർമേഷൻ ആൻഡ് റിലേറ്റഡ് ടെക്നോളജി, ഡെവലപ്ഡ് ബൈ ഇസാക്ക. ഇസാക്കേൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ സിസ്റ്റംസ് ഓഡിറ്റ് ആൻഡ് കൺട്രോൾ അസോസിയേഷൻ ഫോർ IT ഗവർണൻസ്. അപ്പോൾ ഇവരാണിത് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് ഇൻക്ലൂഡ്സ് 34 പ്രോസസ്സസ്, 34 പ്രോസസ്സാണ് ഇതിലുള്ളത്. ഇൻ 4 ഡൊമെയിൻസ്, 4 ഡൊമെയിനിലായിട്ട് 34 പ്രോസസ്സുകളാണ് ഈ COBIT ഫ്രെയിംവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഈ 4 ഡൊമെയിൻസ് എന്ന് വെച്ചാൽ, ഒന്ന് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ, ദെൻ അക്വിസിഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, ദെൻ ഡെലിവറി ആൻഡ് സപ്പോർട്ട് ആൻഡ് മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ. അപ്പോൾ 4 എന്തൊക്കെയാണ്, പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷൻ, ദെൻ അക്വിസിഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, ദെൻ ഡെലിവറി ആൻഡ് സപ്പോർട്ട് ആൻഡ് ലാസ്റ്റ് മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ. COBIT helps managers align IT processes with business goals and ensure the integrity of information system. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു COBIT. എങ്ങനെ, ഇൻഫർമേഷൻ ടെക്നോളജീനെ എന്താണ് ബിസിനസ് ഗോളുമായിട്ട് അലൈൻ ചെയ്തിട്ട് ഇവർ ഇൻറ്റഗ്രിറ്റി
ഇവർ എന്താണ് മാനേജത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് എൻഷുർ ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം. അതേമാതിരി തന്നെ ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയും ഇവരെന്താണ് എൻഷുർ ചെയ്യുന്നത്. ഓക്കെ. കോബിറ്റ് എൻഷുർ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് റിലയബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ കൺട്രോൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻഫർമേഷൻ ടെക്നോളജീൻ്റെ ഒരു ക്വാളിറ്റിയും കൺട്രോളും റിലയബിലിറ്റിയും എന്താണ് ഈ കോബിറ്റ് എൻഷുർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഗൈഡ്സ് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മളുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഓട്ടോമേറ്റഡ് ആവണം എന്നുള്ള കാര്യമാണ് ഈ കോബിറ്റ് ഫ്രെയിംവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് ഗൈഡ്സ് ഓർഗനൈസേഷൻ ഇൻ യൂസിങ് IT റിസോഴ്സസ് എഫക്റ്റീവ്ലി വൈൽ കംപ്ലൈയിങ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ നിയമം പാലിച്ചുകൊണ്ട് തന്നെ ലോസും റെഗുലേഷൻസും നമ്മൾ കംപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നമ്മളെന്താണ് IT റിസോഴ്സസ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ഇതാണ് കോബിറ്റിൻ്റെ തത്വശാസ്ത്രം. ഓക്കെ. ഇനി അടുത്തെന്ന് വെച്ചാൽ ടേൺബുൾ റിപ്പോർട്ടാണ്. സോ the Turnbull reports provide guidance for implementing internal control requirements in the combined code of corporate governance. അപ്പോൾ ഈ ഒരു ടേൺബുൾ റിപ്പോർട്ട് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഗൈഡൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവർ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഇംപ്ലിമെൻറ്റിങ് ഇൻറ്റേർണൽ കൺട്രോൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണൽ കൺട്രോൾസ് റിക്വയർമെൻറ്റ്സ് ഇൻ ദ കമ്പൈൻഡ് കോഡ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസിൽ ഇൻറ്റേർണൽ കൺട്രോൾ റിക്വയർമെൻറ്റ്സ് എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഗൈഡൻസ് ആണെന്ത് ടേൺബുൾ റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കമ്പൈൻഡ് കോഡ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഈ കമ്പൈൻഡ് കോഡ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് വെച്ചാൽ അത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. എന്ന് വെച്ചാൽ കോർപ്പറേറ്റ്സിനുള്ള ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയും അതേപോലെ തന്നെ ട്രാൻസ്പെറൻസിയും ബിസിനസ് പ്രോപ്പർ ഇതിൽ റണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പാലിക്കേണ്ട കോഡ്സ് ആണ് ഇത്, കമ്പൈൻഡ് കോഡ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള അതിൻ്റെ ഇൻറ്റേർണൽ കൺട്രോൾ റിക്വയർമെൻറ്റ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഗൈഡൻസ് ആണ് ഇത് ടേൺബുൾ റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് എംഫസൈസസ് ദ നീഡ് ഫോർ സൗണ്ട് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റംസ് ടു പ്രൊട്ടക്ട് ഷെയർ ഹോൾഡേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് കമ്പനീസ് അസെറ്റ്. അപ്പോൾ ഇതെന്താണ് എംഫസൈസ് ചെയ്യുന്നത്? എംഫസൈസ് ദ നീഡ് ഫോർ എ സൗണ്ട് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം, ഒരു പ്രോപ്പറായ രീതിയിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയൊരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. എന്തിനു വേണ്ടി? ടു പ്രൊട്ടക്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊട്ടക്ട് ചെയ്യാനും അതേമാതിരി തന്നെ കമ്പനീൻ്റെ അസറ്റും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം. അതാണിത് എംഫസൈസ് ചെയ്യുന്നത്. ഡയറക്ടേഴ്സ് ഷുഡ് റിവ്യൂ ദ എഫക്റ്റീവ്നെസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾസ് ആനുവലി ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഫൈൻഡിങ്സ് ടു ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം? ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ്നെസ് ആനുവലി എന്ത് ചെയ്യണം? അത് റിവ്യൂ ചെയ്യണം. അതേമാതിരി തന്നെ അതിൻ്റെ എന്തെങ്കിലും വീക്ക്നെസ്സും കാര്യങ്ങളും ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റും ചെയ്യണം. ഡയറക്ടേഴ്സ് ഷുഡ് എക്സസൈസ് ജഡ്ജ്മെൻറ്റ്സ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ഇൻറ്റേർണൽ കൺട്രോൾ. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം? അത് ചെയ്യണം. ദ റിവ്യൂ ഷുഡ് കവർ ഓൾ കൺട്രോൾസ് ഇൻക്ലൂഡിങ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ സൈഡിലുള്ള കൺട്രോൾസും അതേമാതിരി തന്നെ ഓപ്പറേഷൻ സൈഡിലുള്ള കൺട്രോൾസും എന്താണ് ടേൺബുൾ റിപ്പോർട്ട് കവർ ചെയ്യുന്നുണ്ട്. സോ ഇതെല്ലാം ഈ കൺട്രോൾസ് എന്താണ് കവർ ചെയ്തിരിക്കണം. ഈ കൺട്രോൾസ് എല്ലാം എന്ന് വെച്ചാൽ ഫിനാൻഷ്യലും അതേമാതിരി തന്നെ ഓപ്പറേഷനും നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾസ് എല്ലാം നമ്മൾ എന്താണ് റിവ്യൂ ചെയ്തിരിക്കണം. കമ്പനീസ് വിത്തൗട്ട് ഇൻറ്റേർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ ഷുഡ് അസസ് ദെയർ നീഡ്. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾസ് യൂസ് ചെയ്യാതെ ഇൻറ്റേർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ ഇല്ലാത്തൊരു കമ്പനി അത് വേണോ വേണ്ടേ എന്നുള്ള കാര്യം അവരെന്താണ് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്നിട്ട് അത് വേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ പ്രോപ്പർ അല്ലെങ്കിൽ അതിൻ്റെ റിവ്യൂ ഒരു പ്രോപ്പറായ രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യണം? ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് ഫംഗ്ഷൻ തന്നെ അവർ പുതിയതായിട്ട് ഇതാക്കണം, അസൈൻ ചെയ്യണം. ഇനി ലാസ്റ്റ് ഇൻ്റർനാഷണൽ ഇൻറ്റേർണൽ കൺട്രോൾ ഫ്രെയിംവർക്കാണ് സർബനിസ്-ഓക്സ്ലി. സോ അത് ആക്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. Section 404 of the Sarbanes-Oxley Act requires publicly traded companies in the USA to establish and maintain internal controls for financial reporting. അപ്പോൾ ഈ ഒരു സെക്ഷൻ 404 ഓഫ് സർബേൻസ്-ഓക്സ്ലി ആക്ട് എന്താണ് പറയുന്നത്? പബ്ലിക്ലി ട്രേഡ് ചെയ്യുന്ന പബ്ലിക് കമ്പനീസ് നമ്മൾ ഇൻ്റർനാഷണൽ എന്താണ് ഫ്രെയിംവർക്ക് നോക്കുന്നതുകൊണ്ട് നമ്മൾ അവിടുത്തെ ലാംഗ്വേജ് ആണ്, അവിടുത്തെ ടേംസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പബ്ലിക്ലി ട്രേഡ് ചെയ്യുന്ന കമ്പനീസ് ഇൻ USA പബ്ലിക്ലി ട്രേഡ് ചെയ്യുന്ന കമ്പനീസ് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ദിസ് എയിംസ്
ടു റെഡ്യൂസ് കോർപ്പറേറ്റ് ഫ്രോഡ് ബൈ എൻഫോഴ്സിങ് സ്ട്രിക്റ്റർ പ്രൊസീജിയർ. അപ്പോൾ കൂടുതൽ സ്ട്രിക്റ്റ് ആയുള്ള പ്രൊസീജിയേഴ്സ് എൻഫോഴ്സ് ചെയ്തിട്ട് എന്താണ് കോർപ്പറേറ്റ് ഫ്രോഡ് റെഡ്യൂസ് ചെയ്യണം. അതിനാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. മാനേജ്മെൻറ്റ് മസ്റ്റ് അസസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ദീസ് കൺട്രോൾസ് ആൻഡ് ഓഡിറ്റേഴ്സ് മസ്റ്റ് പ്രൊവൈഡ് ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേഷൻ ഓഫ് ദ കൺട്രോൾസ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു കൺട്രോൾസിൻ്റെ എഫക്റ്റീവ്നെസ് അവരെന്ത് ചെയ്യണം, അവർ അസസ് ചെയ്യണം. ആൻഡ് അതേമാതിരി തന്നെ ഓഡിറ്റർ എന്താ ചെയ്യേണ്ടത്, അവരൊരു ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേഷൻ നടത്തിയിട്ട്, ഓഡിറ്റേഴ്സാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ നടത്തുക, അവർ ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേഷൻ നടത്തിയിട്ട് എന്താണ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിനെയും അതേമാതിരി തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെയും കുറിച്ചിട്ടുള്ളൊരു ഫൈൻഡിങ്സ് അവർ പ്രൊവൈഡ് ചെയ്യണം. മാനേജ്മെൻറ്റ് മസ്റ്റ് ഡോക്യുമെൻറ്റ് ആൻഡ് ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ഫോർ എഫക്റ്റീവ്നെസ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, അത് ഡോക്യുമെൻറ്റും ചെയ്യണം. എന്ന് വെച്ചാൽ ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ എഫക്റ്റീവ്നെസ് അസസ് ചെയ്യുന്നത് ടെസ്റ്റ് ഓഫ് കൺട്രോൾസിലൂടെ അത് ചെയ്യണം. അതേമാതിരി തന്നെ അത് ഡോക്യുമെൻറ്റും ചെയ്യണം മാനേജ്മെൻറ്റ്. എക്സ്റ്റേണൽ ഓഡിറ്റർ എന്ത് ചെയ്യേണ്ടത്, പ്രൊവൈഡ് 2 ഒപ്പീനിയൻ, 2 ഒപ്പീനിയനാണ് എക്സ്റ്റേണൽ ഓഡിറ്റർ കൊടുക്കേണ്ടത് ഇൻ ദർ ഇൻറ്റഗ്രേറ്റഡ് ഓഡിറ്റ് ഓൺ ദ എഫക്റ്റീവ്നെസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾസ് ആൻഡ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചിട്ടും അതേമാതിരി തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടും ഈ 2 ഒപ്പീനിയൻ ആര് കൊടുക്കണം, ഓഡിറ്റർ പ്രൊവൈഡ് ചെയ്യണം അക്കോർഡിംഗ് ടു സെക്ഷൻ 404 ഓഫ് സർബനിസ്-ഓക്സ്ലി ആക്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ചാപ്റ്റർ 4. ചാപ്റ്റർ 4 നമ്മൾ അതിലെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. സോ കംപ്ലീറ്റ് ചാപ്റ്റർ 4 ആണ് നമ്മൾ ഉള്ളത്. ഈ 8 പാർട്ടായിട്ട് നമ്മൾ കവർ ചെയ്തത്. ഓരോ അതിൻ്റെ മേജർ ഹെഡിങ്സ് വൈസ് ആയിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ എങ്ങനെയാണോ ഉള്ളത് അതേ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെയും സ്ട്രക്ചർ ഉള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചാപ്റ്ററാണ് നമുക്ക് നോക്കാനുള്ളത്, ചാപ്റ്റർ 5.